ദേ ആ കായലിനപ്പുറം 10-27 പറ നിലം എനിക്കും ഉണ്ടായിരുന്നതാ. ആരാ നോക്കാനും പിടിക്കാനും ഒക്കെ. എല്ലാം വിറ്റ് കാശാക്കി ബാങ്കിലിട്ടിരിക്കുക. ഹായ് ബോട്ട്, വലിമച്ചി ബോട്ട്. നീ എന്താ ബോട്ട് കണ്ടിട്ടില്ലേ? ഡൽഹിയിലെ തിരക്കില് വള്ളവും ചൂണ്ടയുള്ള മീൻപിടുത്തക്കാരും ഒക്കെ മലയാള സിനിമയിലെ കണ്ടിട്ടുള്ളൂ. നമുക്കൊരിക്കൽ ബോട്ടിൽ പോവാൻ വലിമച്ചി. ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ഞാൻ സമ്മതിക്കത്തില്ല. എന്താ? നിന്റെ വല്യപ്പച്ചൻ മണിക്കുട്ടിയുടെ അപ്പൻ ഒരു നേവൽ ഓഫീസറായിരുന്നു. അറിയാമോ, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയതാ. അതുകൊണ്ടെന്താ? നമുക്ക് പോവാൻ വലിമച്ചി. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ആഗ്രഹമല്ലേ വലിമച്ചി? വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് പോണം. ഞാൻ പോകും. നിന്റെ മമ്മി, എന്റെ മണിക്കുട്ടി എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു. നീയും അങ്ങനെയൊക്കെ നിന്നാ മതി. ഇല്ല, ഞാൻ വിടില്ല. വിടില്ലേ? ഇല്ല. തീർച്ചയാണോ? തീർച്ച. എന്തിനാ വലിമച്ചി പിണങ്ങിയിരിക്കുന്നത്? തുമ്മൽ വന്നാൽ എന്തു ചെയ്യും? അല്ല, നീ എന്നെ കളിയാക്കിയതാ. എങ്ങനെ കളിയാക്കാതിരിക്കും? വല്ലവരും തുമ്മിയ വലിമച്ചിക്ക് എന്താ? അയ്യോ, ഇപ്പൊ സത്യമായിട്ട് തുമ്മിപ്പോയതാ. നീ വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന്. വാ. ഈ പെട്ടികളൊക്കെ കണ്ടോ? ഇത് നിറയെ നിനക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഓരോരോ കാലത്ത് വാങ്ങിവെച്ചത്. നീ 5-ാമത്തെ വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇടാനാണിത്. ഇത് നീ 10-ാമത്തെ വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇടാൻ. ഇന്ന് നീ വന്നപ്പോൾ ഇടാൻ എന്തൊക്കെയാ വേണ്ടത്? ചട്ടയോ, സാരിയോ, ഗൗണോ? പിന്നെ ഇത് കണ്ടോ? കുട്ടിന്റെ വിത്തുകളെല്ലാം വെറുതെ വരുന്നാണോ ചേച്ചി? പൈസ കൊടുക്കണോടാ മണ്ട. ഇതിൽ എന്തൊക്കെ പൂക്കളുണ്ടോ? പൂക്കളായ പൂക്കളൊക്കെ. മഞ്ഞ റോസാ ചെടിയുണ്ടോ? മഞ്ഞയില്ല, ഇളം ചുവപ്പും കടും ചുവപ്പും ഉണ്ട്. അപ്പുറത്തെ ശ്രീചേട്ടന്റെ വീട്ടിലുണ്ടല്ലോ മഞ്ഞ റോസ. ഡേയ്, അപ്പുറത്തെ കുശുശുവിന്റെ കൈ മഞ്ഞ റോസ് പൂ ഉണ്ടെന്ന് ഇവൻ പറയുന്നു. ശരിയാണോ? ഉണ്ടുണ്ട്, വലിയ ഒരെണ്ണം. എന്നാലത് വേണല്ലോടെ. എപ്പോഴാ ഒന്ന് കട്ടെടുക്കുക? പറ്റില്ല, മുറിക്കകത്ത് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കയാ. എന്നാ നിങ്ങൾ ചെന്നൊന്ന് ചോദിക്ക്, അതെനിക്ക് തരുമെന്ന്. ചെല്ല്. ഉഷമലരി, നീ ഇവിടെ നിക്ക്, എനിക്ക് കൂട്ടായിട്ട്. ശ്രീചേട്ടാ, ഗേളി ചേച്ചി ചോദിച്ചു ആ മഞ്ഞ റോസാ ചെടി ഒന്ന് കൊടുത്തേക്കുവന്ന്. ഗേളി ചേച്ചി അപ്പുറത്തെ ഡൽഹിയിൽ വന്ന നീയൊക്കെ ആരാടാ? അവളുടെ അണ്ടർ സെക്രട്ടറി കൊടുക്കേട്ടാ. ഗേളി ചേച്ചി അവിടെ വലിയൊരു തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ അവളോട് പോയി പറ എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ചിലപ്പോ കൊടുത്തെന്നിരിക്കും, ചിലപ്പോ കൊടുത്തില്ലെന്നിരിക്കും. ഇപ്പൊ വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട വേണ്ട, അങ്ങനെ എപ്പോ വന്നാലും എന്നെ കാണാനൊക്കത്തില്ലെന്ന് അവളോട് പറഞ്ഞേരെ. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് പോട്ടെ, ഒരു 5 മണിക്ക് വരാൻ പറ. ശരി. ഓക്കെ? അങ്ങനെ എല്ലാരും കൂടെ വരണ്ട, അവളോട് ഒറ്റയ്ക്ക് വരാൻ പറ. നിനക്കൊക്കെ ഇപ്പൊ എന്നെ ഒരു മൈൻഡില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്കത് വേണ്ട ചേച്ചി. അതെന്താ? ആ ശ്രീയേട്ടന്റെ ഒരു ഗമ പറയുവാ. പസ്പസ് ശ്രീയേട്ടന്റെ മുമ്പിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. എന്നാലും തരാന്നൊന്നും പറഞ്ഞില്ല. ചിലപ്പോ തന്നിരിക്കും, ചിലപ്പോ തന്നില്ലെന്നിരിക്കും. അതും വെറുതെ അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. ടൈം ഫിക്സ് ചെയ്തിട്ട് വൈകിട്ട് 5 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ. 5 മണിക്കോ? എന്നാലും ചെന്ന് നോക്കാം. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു. എന്തുവാ? ഒറ്റയ്ക്ക് ചെന്നാൽ മതിയെന്ന്.
ഇവിടുത്തെ കുഞ്ഞുഞ്ഞമ്മ തോമസിന്റെ ഗ്രാൻഡ് ഡോട്ടർ. അറിയാം. എന്താ? എന്റെ വല്യമ്മച്ചി കുറെ വർഷങ്ങളായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ കുറെ സുഗന്ധമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറിന്റെ കയ്യിൽ ഒരു മഞ്ഞ റോസാച്ചെടി ഉണ്ട്. മഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കളറാണ്. അപ്പോ സാർ അതെനിക്കൊന്ന് തന്നേക്കുമോ ചോദിക്കാനാണ് ഞാൻ വന്നത്. മഞ്ഞ റോസ് വേണമല്ലേ? അത് പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാള്. അപ്പം നമ്മൾ തമ്മിലുള്ള ഇനിയത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വരൂ, ഇരിക്കും പ്ലീസ്. ശരി. പേരെന്താ? ഗേളി. ഗേളി മാത്യു. സ്വീറ്റ് നെയിം. പക്ഷെ ഞാൻ പസ്പസ് എന്ന് വിളിക്കും. അതാ സൗകര്യം. പ്ലീസ്. ഡൽഹിയിലായിരുന്നല്ലേ? ഇപ്പൊ എന്താ വെക്കേഷൻ ആണോ? അല്ല, ഒളിച്ചോടിയതാ. എന്താ? ഒരു രസം. ഈ ഡ്രസ്സൊക്കെ ഡൽഹി തയ്പ്പിച്ചാണോ? ഹേയ്, റെഡിമെയ്ഡ് വാങ്ങിയതാ. ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഈ കണ്ണാടി ഉണ്ടല്ലോ ഭയങ്കര ബോറാ. കുറച്ചുകൂടെ സ്മോൾ സൈസാ ചേരുന്നത്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല. പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. എന്താ? ഓൺലി യുവർ ബോഡി. ഐ മീൻ ദ നേക്കഡ് ബോഡി. അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ? ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടത് ആ മഞ്ഞ റോസാപ്പൂവാണ്. തരുന്നോ? ഇല്ല. ഐ ആം ബിസി. യു മേ ഗോ പ്ലീസ്. മൈൻഡ് യു, എന്റെ പേര് ഗേളി എന്നാണ്. ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഞാനത് വാങ്ങും. എന്ത് ബെറ്റ് വേണമെങ്കിലും വെച്ചോ. ഓഹോ, കാണാം. 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 ഏയ്